മിസ്റ്റർ ട്രിക്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ് എന്ന ട്രിക്കിൻ്റെ ട്യൂട്ടോറിയലാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ് എന്ന ട്രിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ട്രിക്കാണ് ഈ കറക്റ്റ് വീൽ എന്ന ട്രിക്ക്. അപ്പോൾ ശരിക്കും കറക്റ്റ് വീൽ എന്ന ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും മിക്ക ഫ്ലിപ്പായാലും മിക്ക ട്രിക്സ് ആയാലും അത് ഗ്രൗണ്ട് ട്രിക്സ് ആയാലും ശരി എല്ലാത്തിൻ്റെയും ഒരു റിക്വയർമെൻ്റൽ ട്രിക്കാണ് കറക്റ്റ് വീൽ എന്ന ട്രിക്ക്. അതായത് കറക്റ്റ് വീൽ എന്ന ട്രിക്ക് നിങ്ങൾ പഠിച്ചിട്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ് ചെയ്യാം, ബാക്ക് ഹാൻഡ് സ്പ്രിങ് ചെയ്യാം, പിന്നെ അതുപോലെ കറക്റ്റ് വീൽ മെഗ, പിന്നെ അതുപോലെ ബാക്ക് ഹാൻഡ് സ്പ്രിങ് നിങ്ങൾക്ക് കറക്റ്റ് വീലിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ഫ്ലിപ്പിലേക്ക് വരെ കിടക്കാം. അപ്പോൾ ശരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് വീൽ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാന്നുള്ളൊരു കാര്യമാണ് ശരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രിക്ക് മാസ്റ്റർ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ കറക്റ്റ് വീൽ ചെയ്യാം, പക്ഷേ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നതിൽ ലാൻഡ് ചെയ്യണം. ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കറക്റ്റ് വീൽ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ലാൻഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ലാൻഡ് ചെയ്യുന്ന ലെഗ് ഏതാണോ അതൊന്ന് തിരിച്ചു കൊടുക്കുക, ആ ഇത് മാത്രം. ഇപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് വീൽ ചെയ്ത് നമ്മുടെ ആംഗിൾ തിരിച്ചു വന്ന് ലാൻഡ് ചെയ്ത് ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഇത്തിരി പവർ അതിൽ അപ്ലൈ ചെയ്യും. കറക്റ്റ് വീൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ചെറിയ രീതിക്ക് കൈ ഒന്ന് കയറ്റി വെച്ചാൽ അതായത് ഡയഗണലായിട്ട് എടുക്കുക. അതായത് നേരെയല്ല എന്നാൽ ഈ ഒരു രീതിക്കുമല്ല, അത് ഈ രീതിക്കുമല്ല അന്നൊരു ഡയഗണലായിട്ട് രീതിയിൽ കൈ വെക്കാം. കാല് വെച്ചിട്ട് ചെറിയൊരു പുഷ് ചെയ്യുകയും ചെയ്യണം, എയറിൽ വെച്ച് കേട്ടോ. കാല് വെച്ച് ചെറിയായിട്ടൊന്ന് മുകളിലേക്ക് പുഷ് ചെയ്യുകയും ചെയ്യണം. ഒരു തേർഡ് സ്റ്റെപ്പ് നല്ല രീതിക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാം. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കുക. അതിനുശേഷം മാത്രം ഫോർത്ത് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ നേരെ ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്ങിലേക്ക് പോകാൻ നേരത്ത് നമുക്ക് ആകെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ മറിഞ്ഞു കഴിയുമ്പോൾ പവർ ഇതിൽ അപ്ലൈ ചെയ്യാം. ഒരു മീഡിയം ലെവലിൽ പവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് ലാൻഡ് ചെയ്യുകയും ചെയ്യും. നമുക്ക് കൺട്രോളബിളായിരിക്കും, എല്ലാം കൺട്രോൾ ചെയ്ത് നമുക്ക് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇതായിരുന്നു ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ് എന്ന ട്രിക്കിൻ്റെ ട്യൂട്ടോറിയൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത ട്യൂട്ടോറിയൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഓൾ.